ഇന്നിതേ നമ്മൾ വിത്ത് പാകി കിളിപ്പിച്ച ചീര തൈകൾ ഇതേ നന്നായിട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പിരിച്ച് നടാനായിട്ടുണ്ട്. ഇതേ 3 ഗ്രോ ബാഗുകളിലായിട്ട് ഞാൻ ആക്കിയതാണ് കേട്ടോ. അത്യാവശ്യം ഒരു 4 ഇലയൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് പിരിച്ച് നടാം. ഇതിപ്പോൾ 3-4 ഇലയോളം ആയി വരുന്നുണ്ട് കേട്ടോ. ചെറിയ തൈകളാണ്. അതുപോലെ തന്നെ ഇതേ ആ ഫ്രണ്ടിൽ നോക്കിയാൽ അറിയാം നമ്മുടെ സുന്ദരി ചീര ഇങ്ങനെ വിത്തായി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വിത്തെടുത്ത് നമുക്ക് പാകുകയും കൂടെ ചെയ്യാം. ഞാനത് വിത്തായോന്നും കൂടി ഒന്ന് നോക്കാം. ഇത് റെഡ് റോസ് ഇനത്തിൽപ്പെട്ട ചീരയാണ് കേട്ടോ. ഞാൻ ഓൺലൈൻ വഴി വിത്ത് മേടിച്ച് പാകിയതാണ് കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല വിത്തുകളായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനത് ഒന്ന് വലുതായതിനു ശേഷം അത് ആരുടെ അടുത്തു നിന്നാണ് മേടിച്ചതെന്നും കൂടെ പറയാമേ. ഇത് ഇങ്ങനെ 3 ഗ്രോ ബാഗുകളിലാണ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാം തന്നെ കിളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. സുന്ദരി ചീരയാണ്. അപ്പോൾ അത് 3 ചോടുകളാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 3 ഞാൻ വിത്തിന് നിർത്തിയതാണ്. അപ്പോൾ അത് പാകമായോ എന്നറിയില്ല, നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വിത്തായി കണ്ടോ, ഇതുപോലെ ഡാർക്ക് ഒരു ബ്ലാക്ക് കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വിത്തുകളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതും മാറ്റി നടാം. അപ്പോൾ ചീരയുടെ വിത്ത് നടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഉറുമ്പിൻ്റെ പ്രശ്നമില്ല. ഉറുമ്പിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ എന്താണ് അരിയോ ഒക്കെ നമ്മൾ പാചകം ചെയ്യുന്ന അരിയില്ലേ, അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നടുവാണെങ്കിൽ ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ഉറുമ്പിൻ്റെ പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇടുന്ന വിത്തുകളെല്ലാം തന്നെ കിളിച്ച് കിട്ടുന്നുണ്ട്.